ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഇങ്ങനെ നടക്കുമ്പോ ഞങ്ങളുടെ നേരെ ഒരു വലിയ മലയുണ്ട്, ഒരു പർവ്വതമുണ്ട്. ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, ബല്ലിഗ് മിന്നീ അസ്സലാം. ഓ ജഅഫറേ, നമ്മുടെ നേരെ കാണുന്ന പർവ്വതത്തോട് എന്റെ സലാം എന്ന് പറയണേ. വഖുല്ലഹു യുസ്ഖീക ഇൻ കാന ഫീഹി മാ. ആ പർവ്വതത്തിൽ വെള്ളമുണ്ടെങ്കിൽ കുടിക്കാൻ കുറച്ച് വെള്ളം തരാൻ വേണ്ടിയും പറയണേ. ഖാല ജഅഫർ റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങനെ ഫദഹബതു ഇലൈഹി, ഞാൻ ആ പർവ്വതത്തിന്റെ അരികിൽ ചെന്നു. വഖുൽതു അസ്സലാമു അലൈക അയ്യുഹൽ ജബൽ. ഓ പർവ്വതമേ, മുത്തുനബി തങ്ങൾ നിന്നോടൊരു സലാം പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തും പർവ്വതം പറയാണ്, ലബ്ബൈക യാ റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ദൂതനായ ജഅഫറേ, നിങ്ങൾക്ക് സ്വാഗതം. എന്തിനാണ് എൻ്റെ അരികിൽ ഈ സമയം വന്നത്? എന്താണ് വിഷയം എന്നൊന്ന് പറയൂ. ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യം ആ പർവ്വതത്തോട് പറയുമ്പോ ആ പർവ്വതം പറയാണ്, ബല്ലിഗ് സലാമി ഇലാ റസൂലില്ലാഹ്. ഓ ജഅഫർ തങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിനോട് എന്റെ സലാം പറയണം. വഖുല്ലഹു മുൻദു സമിഅതു ഖൗലഹു തആല ഫത്തഖുന്നാർ അല്ലതി വഖൂദുഹാ അന്നാസു വൽ ഹിജാറ. നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് കല്ലുകളാണ്, മനുഷ്യരാണ്. അത് ആ കല്ലുകളും മനുഷ്യരും ഇന്ധനമായ ആ നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. ഈ ആയത്ത് കേട്ടത് മുതൽ ബക്കൈതു ലിഖൗഫി അൻ നകൂന മിനൽ ഹിജാറ അല്ലതി ഹിയ വഖൂദുൻ നാർ. ഈ ആയത്ത് കേട്ടത് മുതൽ ഞാൻ കരയുകയാണ്. ഖുർആൻ പറഞ്ഞല്ലോ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് കല്ലുകളാണെന്ന്. ആ കല്ലുകളിൽ ഞാനും അകപ്പെടുമോ എന്ന് പേടിച്ച് ഞാൻ കരഞ്ഞുപോയി. കൂടുതലായി കരഞ്ഞത് കാരണം ഒരു തുള്ളി വെള്ളം കുടിക്കാൻ തരാൻ എന്റെ ഉള്ളിൽ ബാക്കിയില്ല. കരഞ്ഞ് എന്റെ കണ്ണിന്റെ വെള്ളമെല്ലാം